ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിങ്ങളെ നോക്കിയിട്ട് അവസാനമായിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് പ്രൊപ്പോസലിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ലാസ്റ്റ് എപ്പോഴാണ് അത് കേട്ടേ? നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നത്. ശരിക്കും നമ്മളൊരു സ്പിരിച്വൽ ആംബിയൻസിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോഴത്തേനും ഈശോ ഒത്തിരി തവണ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ദാനിയേൽ 10:11 സുന്ദരമായൊരു വചനമില്ലേ, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേൽ. അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ അത് ഉള്ളിലോട്ടൊന്നും കയറില്ല. കാരണം എന്താ അറിയോ, ഒരു വലിയ പ്രശ്നം നമ്മളൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മളെ ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമായിരിക്കും, ഈശോയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ അറിയാം. പക്ഷേ നമുക്ക് ചിലർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. അതായത് എനിക്ക് എന്നെ അങ്ങ് വലിയ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആദ്യം ചോദിച്ച പോലെ ഏറ്റവും അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങളോട് ഒരാൾ ഐ ലവ് യു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ ചോദിക്കണം, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം, എന്നെ എപ്പോഴും ഏറ്റവും അവസാനമായിട്ട് എനിക്ക് എന്നെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളായിരിക്കാം, നമ്മുടെ ഒരു ശരീരത്തിൻ്റെ പ്രകൃതി ആയിരിക്കാം, നമ്മുടെ നിറമായിരിക്കാം, നമ്മുടെ പൊക്കമായിരിക്കാം. ശരിക്കും ചില ഇഷ്ടക്കേടുകൾ നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഉള്ളിലത് വന്നത് ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നായിരിക്കാം. ആരെങ്കിലുമൊക്കെ കളിയാക്കിയതിൻ്റെ പേരിലായിരിക്കാം, ഇതെൻ്റെ നിനക്ക് ഇത്രയും പൊക്കമുള്ളല്ലോ, ഇല്ലെങ്കിൽ എൻ്റെ ഇത്രയും പൊക്കം. ചിലപ്പോൾ നിറത്തിൻ്റെ പേരിലായിരിക്കും, ഇല്ലേ ഒരു ബോഡി ഷേപ്പിൻ്റെ പേരിലായിരിക്കാം. ചിലപ്പോൾ കളിയാക്കപ്പെട്ടിട്ടുണ്ടാകാം, താരതമ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങളൊന്ന് ബ്രാൻഡ് ചെയ്ത് നിങ്ങളങ്ങ് അടിച്ചിരുത്തി തീർത്ത് കളഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കാം, വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കാം, നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ റേസിസത്തിൻ്റെ പല രൂപങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. നമ്മുടെ കൊച്ചു കൂട്ടായ്മയിൽ പോലും ചിലപ്പോൾ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടാകും. ഒത്തിരി സങ്കടങ്ങൾ ഇങ്ങനെ മനുഷ്യരിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ സങ്കടങ്ങൾ കാരണം, ആ താരതമ്യങ്ങൾ കാരണം, ഇങ്ങനെയുള്ള ചില മുറിപ്പെടുത്തിയ വാക്കുകളൊക്കെ കാരണം അവർക്ക് അവരോടുള്ള സ്നേഹം പോയി. എന്നിട്ട് ചിലപ്പോൾ സ്വയം ഇങ്ങനെ ഇടിച്ച് ശപിക്കുക, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ലൈഫ്, എന്തിനാണ് ഇങ്ങനൊരു ശരീരം, എന്താണ് ഇങ്ങനെ ശബ്ദം, എന്താണ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ ഒരു ഇഷ്ടക്കേട്, ഒരു വെറുപ്പൊക്കെ വരും. മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം, ഇനി ആ പറഞ്ഞതിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നിയതിൻ്റെ പേരിൽ നമ്മളോട് തന്നെ ഒരു സ്നേഹം കുറഞ്ഞു പോകുന്നൊരു അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താ സൊല്യൂഷൻ ഇതിനകത്ത്? എൻ്റെ ആ വലിയ സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയതാണ്, എന്തായാലും എന്നെ സൃഷ്ടിച്ച എൻ്റെ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ദാനിയേലിനോട് മാത്രമല്ല, ദാനിയേൽ 10:11 വായിച്ച വചനം പോലെ ഏറ്റവും പ്രിയങ്കരന ദാനിയേലിന് മാത്രമല്ല, ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും നമ്മളെ രണ്ടുപേരും എന്തായാലും ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദർ ഇസ് നോ ഡൗട്ട്. ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്ത് വന്നാലും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച എൻ്റെ കർത്താവിന് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എൻ്റെ ശബ്ദം ഇഷ്ടമാണ്, എൻ്റെ ഷേപ്പ് ഇഷ്ടമാണ്, എൻ്റെ നിറം ഇഷ്ടമാണ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമാണ്. ഈശോയ്ക്ക് ആകെ ഇഷ്ടമില്ലാത്തത് എൻ്റെ ഇച്ചിരി തല്ലിപ്പൊളിത്തരങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും ചില പാപങ്ങളൊക്കെ അത് ഈശോ അങ്ങ് തിരുത്താൻ വേണ്ടി നമുക്കിങ്ങനെ അവസരം തരും. നമ്മളിങ്ങനെ വായിച്ചിട്ടില്ലേ, കർത്താവ് പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. നമ്മളിപ്പോൾ ഇച്ചിരി മിസ്റ്റേക്സ് ചെയ്തു പോയേക്കാം, വീണു പോയേക്കാം, പക്ഷെ അപ്പോഴും ഈശോ നമ്മളെ വെറുക്കില്ല. നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി വീണ്ടും കരുണ തരുന്നു, സ്നേഹം തരുന്നു, ഇടയ്ക്കൊരു കിഴുക്കൊക്കെ തരുന്നു, പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് തിരിച്ചു വരണമെങ്കിൽ, തിരുത്തണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. മർക്കോസിലയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നില്ലേ, നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണമെങ്കിൽ, നമ്മുടെ പേരൻസിനെ, നമ്മുടെ കൂട്ടുകാരെ, നമുക്ക് സ്വന്തമായിട്ട് ഈശോ തന്നവരെ, നമ്മൾ കണ്ടുമുട്ടുന്നവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം വി ഷുഡ് ലവ് അവർസെൽവ്സ്. നമ്മളെ തന്നെ ആദ്യം സ്നേഹിച്ചാൽ മതിയാവും. ഇപ്പോൾ എന്നെ കൊണ്ട് ഇത്ര സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ ഈശോയെ അത്ര നല്ല മിടുക്കനല്ല, മിടുക്കിയല്ല, അവരെ പോലെ അല്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അവരെ പോലെ അല്ല. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആൻഡ് യു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങും. കാരണം ആര് സ്നേഹിച്ചില്ലെങ്കിലും, ആര് കളിയാക്കിയാലും, ആര് ബ്രാൻഡ് ചെയ്താലും, ആര് താരതമ്യം ചെയ്ത് നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും, നീ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞാലും, കളിയാക്കിയാലും, ഈശോയ്ക്ക് എപ്പോഴും യു ആർ സ്റ്റിൽ ബ്യൂട്ടിഫുൾ, അടിപൊളിയാണ്. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിലിങ്ങനെ കോറിക്കിടക്കുന്ന വാക്കുകളൊന്നല്ലേ ഏശയ്യാ 43:4, നീ എനിക്കെന്നും പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ്, നിനക്ക് പകരം ഞാൻ എന്നെ വേണേലും വിട്ട് കളയാമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കറിവേപ്പിലയാന്ന് തോന്നുന്നല്ലേ, അതിൻ്റെ മുമ്പിൽ നിന്നത് ഇവിടെയാണല്ലോ എന്ന് ഇപ്പോൾ ഓർത്താണ്. ചിലപ്പോൾ ഇങ്ങനെ ലൈഫ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇല്ലെങ്കിൽ നമ്മളൊത്തിരി വിശ്വസിച്ചവരൊക്കെ ഇങ്ങനെ ഒരാവശ്യം കഴിഞ്ഞപ്പോൾ ഈ കരിയാപ്പല പോലെ പറിച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ടാവും, എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ടുണ്ടാവും, നിന്നെക്കൊണ്ട് ഇനി വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കും തോന്നും, ഇപ്പം നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരാൾ, നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ഒരാൾ നിങ്ങളോട് പറയാണ്, വേണ്ട, ഇനി നിന്നെ വേണ്ട, നീ കൊള്ളത്തില്ല, നിന്നെക്കാട്ടും നല്ലത് ഇയാളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്നേഹം തരാൻ വേണ്ടി ഈശോ ഒരു നിയോഗം കൊടുത്തവർ പോലും നിങ്ങളെ ചിലപ്പോൾ തള്ളിപ്പറഞ്ഞൊരു കരിയാപ്പല പോലെ ദൂരെ എറിഞ്ഞേക്കാം. നമുക്ക് തോന്നും, ദൈവമേ ഒരു ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ എന്ന്.
അവിടെയും ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തണം. ആര് വലിച്ചെറിഞ്ഞാലും, അപ്പനാവട്ടെ, അമ്മയാവട്ടെ, പ്രിയപ്പെട്ട ഒരു സുഹൃത്താവട്ടെ, ജീവിത പങ്കാളിയാവട്ടെ, നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരാവട്ടെ, ഒരു കറിവേപ്പില പോലെ നിങ്ങളെ ദൂരെ എറിഞ്ഞെങ്കിലും അപ്പോഴും ആ കറിവേപ്പില പിക്ക് ചെയ്തെടുത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരാളുണ്ട്. നീ എനിക്കെന്നും പ്രിയങ്കരനും ബഹുമാനനും അമൂല്യമാണെന്ന് പറഞ്ഞ കർത്താവ്, ആ ഈശോയാണ് നിൻ്റെ ഉള്ളിലുള്ളത്. ആ ഉള്ളിലിരുന്ന് ഈശോ പറയുന്നുണ്ട്, ഐ ലവ് യു. ഏറ്റവും അവസാനമായിട്ട് ഒരാൾ നിങ്ങളോട് സ്നേഹമാണെന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ അർപ്പിച്ച പരിശുദ്ധ കുർബാന, ഇന്ന് നിങ്ങൾ കേട്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം, ഇന്ന് നിങ്ങൾ ഈശോയെ ഓർത്തെങ്കിൽ ഉള്ളിരുന്ന ഈശോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് യു. ഇവിടെ ആരും സ്നേഹിച്ചില്ലേലും എനിക്ക് നിന്നെ വിലയുണ്ട്, എനിക്ക് നിന്നെ വേണം, ഐ ലവ് യു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കണം, അത് ഓരോ സമയം കേൾക്കണം. പുറത്തു നിന്ന് ആളുകൾ പറയുന്നതല്ല, അകത്ത് നിന്ന് ഈശോ പറയുന്നത് കേൾക്കണം. 1 യോഹന്നാൻ 4:4 വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാൻ പറയുന്നില്ലേ, നിൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. എന്ന് വെച്ചാൽ ഇത് മറ്റൊരു വ്യാഖ്യാനത്തിൽ ഇങ്ങനെ, നിൻ്റെ പുറത്ത് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുന്ന പിശാചിനേക്കാൾ ശക്തൻ നിൻ്റെ ഉള്ളിലുള്ള കർത്താവാണ്. പക്ഷേ ഈശോയുടെ കുഞ്ഞുങ്ങളിത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഈശോയുടെ സ്നേഹത്തോടെ ഒന്ന് മനസ്സിലാക്കിയേ. നിൻ്റെ പുറത്ത് നിന്ന്, ഇല്ലെങ്കിൽ നിൻ്റെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഒരുപാട് പേര് നിന്നെ ഇങ്ങനെ തകർത്ത് കളയാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിന്റെ ശക്തി കെടുത്തി കളഞ്ഞിട്ടുണ്ട്, നിന്നെ കളിയാക്കി ഇല്ലാണ്ടാക്കി ഒരു പഞ്ചർ അനുഭവത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ കാറ്റടിച്ച് നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ നിൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ ഈ വണ്ടി പിന്നെ ഓടും, ഈ വണ്ടി ഇനിയും മുമ്പോട്ട് പോകും. ഈ വണ്ടി നിയന്ത്രിക്കുന്ന കർത്താവാണ് ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു കളിയാക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് കമ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഐ ടെൽ യു, ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈശോയ്ക്ക് നീ ഇപ്പോഴും ബഹുമാന്യനും പ്രിയങ്കരിയും ഒത്തിരി വിലയുള്ള ഒരു കുഞ്ഞുമാണ്. ആ വില ആർക്കും എടുത്ത് കളയാൻ പറ്റില്ല. നിൻ്റെ ഉള്ളിൽ നിന്ന് നീ ആ വില എടുത്ത് കളയരുത്. ഒരു വില തന്നില്ലെങ്കിലും ഈശോ തന്ന ആ വിലയുണ്ട്. ആ വിലയിൽ യു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങ്. എന്നാലേ നിനക്ക് ലോകത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും മുകളിലായിട്ട് ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈശോയുടെ പ്രിയപ്പെട്ട ദാനിയേലേ എന്ന് നമ്മളെ വിളിക്കാൻ, നമ്മുടെ പേര് ചൊല്ലി ഈശോ വിളിക്കുന്നത് കേൾക്കാൻ ഇടയാവട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.